ഏക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഉണർവിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കടന്നു വന്നിരിക്കുന്നത് വാലയിൽ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് VK ഐസക്കിന്റെയും അമ്മുക്കുട്ടിയുടെയും ഭവനത്തിലാണ്. ഈ പ്രിയപ്പെട്ട ദമ്പതിമാരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അപ്പൊ ഉണർവിലേക്ക് രണ്ടുപേർക്കും സ്വാഗതം. സാറിന്റെ പേരൊന്ന് പറയാമോ? പേര് VK ഐസക്. വീട്ടുപേരോടെ ഒന്ന് പറഞ്ഞു. അമ്മയുടെ പേരൊന്ന് പറയാവോ? എന്റെ അമ്മക്കുട്ടി. അമ്മക്കുട്ടി. സാറിന്റെ ബാല്യകാല വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാവോ? എവിടെയാ ജനിച്ചത്? ഇവിടെ തന്നെയായിരുന്നു. കിഴക്കമ്പലത്ത് വാലയിൽ കുടുംബത്തിലാണ് ജനിച്ചത്. കോട്ടക്കുടിയിൽ നിന്നാണ് അറിയപ്പെടുന്നത്. എന്റെ മാതാപിതാക്കൾ, എന്റെ ഫാദർ BC കുര്യൻ വൈദ്യനായിരുന്നു. ട്രിവാൻഡ്രത്ത് ആയുർവേദം പഠിച്ചിട്ടുണ്ട്, ആയുർവേദ കോളേജിൽ പഠിച്ചിട്ടുണ്ട്, പ്രാക്ടീസ് ഉണ്ടായിരുന്നു. പക്ഷേ വൈദ്യത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കാർഷിക കാര്യങ്ങളിലായിരുന്നു. കൂടുതൽ ഭൂമി ഉണ്ടായിരുന്നു. അതില് പ്രധാനമായിട്ട് അന്ന് പുൽത്തൈലത്തില് ഒരുപാട് താല്പര്യമെടുത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. എന്റെ അമ്മ കുഞ്ഞിളച്ചി തുരുത്തുമേലായിരുന്നു വീട്. തുരുത്തുമേലിന്ന് വിവാഹം കഴിച്ചു. അപ്പോ എന്റെ ഗ്രാൻഡ് ഫാദർ കൂടുതൽ ലാൻഡ് ഉള്ള ഒരു പാർട്ടിയായിരുന്നു. മറ്റേണൽ ഗ്രാൻഡ് ഫാദർ. സഹോദരങ്ങളൊക്കെ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 5 പേര്. ഏറ്റവും മൂത്ത കുഞ്ഞനാമ എന്റെ പെങ്ങള്, രണ്ടാമത്തെ ചാണ്ടി കുഞ്ഞ് ചാണ്ടി, മൂന്നാമത്തെ ഞാന്, നാലാമത്തെ ലീലാമ്മ, അഞ്ചാമത്തെ ജോർജ്. ഈ പെങ്ങന്മാരെയൊക്കെ എവിടെയാ കല്യാണം കഴിച്ചു വിട്ടത്? കുഞ്ഞനാമ എന്ന് പറയുന്ന പെങ്ങളെ മുളക്കുളത്ത് കാരാമേൽ വിവാഹം കഴിഞ്ഞു. അവര് കുറെ കഴിഞ്ഞപ്പോൾ കിഴക്കുമ്പോഴത്തേക്ക് വന്നു. ഞങ്ങളുടെ വകയായിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് കൂടുതൽ മലയുണ്ടായിരുന്നു. ആ മലയില് അവർ വീട് വെച്ചു താമസിച്ചു. അടുത്ത പെങ്ങള് ഒരു ബേസിക് ട്രെയിനിങ് കഴിഞ്ഞിട്ട് പ്രൈമറി സ്കൂൾ ടീച്ചറായിരുന്നു. റിട്ടയർ ചെയ്തു. വടാത്ത കുരുവിള എന്ന് പറയുന്ന ദിവസ് അഗ്രികൾച്ചർ ഓഫീസർ. അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ്, ഒരു അഗ്രികൾച്ചർ ഓഫീസറായിട്ട് ജോലി ചെയ്തിരുന്നു. പെങ്ങള് പ്രൈമറി സ്കൂൾ ടീച്ചറായിരുന്നു. റിട്ടയർഡായി. സാറിന്റെ വിദ്യാഭ്യാസമൊക്കെ ഒന്ന് പറയാം, വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ? ഞാന് കിഴക്കുമ്പത്ത് ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം സ്വർണ്ണത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ പഠിച്ചു. ഞാൻ SSLC കഴിഞ്ഞതിന് ശേഷം ആലുവ UC കോളേജിൽ ജോയിൻ ചെയ്തു. UC കോളേജിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. UC കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റ് പാസ്സായി. ഇന്റർമീഡിയറ്റിൽ ലാസ്റ്റ് ബാച്ച്. അതിനുശേഷം UC കോളേജിൽ തന്നെ BSc ജോയിൻ ചെയ്തു. ഫിസിക്സ് മെയിൻ BSc പാസ്സായി. അതിനുശേഷം കുറച്ചു കാലം ആലുവ SNDP ഹൈസ്കൂളിൽ HSC ആയിട്ട് ജോയിൻ ചെയ്തു. ആ സമയത്ത് B.Ed അഡ്മിഷൻ കിട്ടി. കോഴിക്കോട് ഫെറോക്ക് കോളേജിൽ ഫെറോക്ക് ജോയിൻ ചെയ്തു. അവിടുന്ന് B.Ed പാസ്സായി. ഞാൻ BSc B.Ed കഴിഞ്ഞ് ആലുവ SNDP ഹൈസ്കൂളിൽ റീജോയിൻ ചെയ്തു. ഫിസിക്സ് ആയിരുന്നോ സബ്ജക്ട്? ഫിസിക്സ് ആയിരുന്നു. അവിടെ ഹൈസ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എയർഫോഴ്സിലെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു. അവിടെ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടേഴ്സിനെ എടുക്കുന്നതായിട്ട് കണ്ടു. അത് സാലറി അട്രാക്റ്റീവ് ആയിരുന്നു. ജസ്റ്റ് ഐ മെയ്ഡ് ആൻ ആപ്ലിക്കേഷൻ. ആ ആപ്ലിക്കേഷൻ എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചു. സെലക്ടഡ്. ഐ ജോയിൻ ഇന്ത്യൻ എയർഫോഴ്സ്. എവിടെയായിരുന്നു? ബാംഗ്ലൂരായിരുന്നു. ഇന്ത്യ എഡ്യൂക്കേഷൻ ബ്രാഞ്ച്
ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ്. അപ്പോൾ അവിടെ ട്രെയിനീസിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ട്രെയിനിങ് സ്കൂൾ ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ് സ്കൂളിൽ സ്കൂളിൽ പഠിപ്പിച്ചത് എത്ര വർഷം? 4 വർഷം. 4 വർഷം അധ്യാപകനായിരുന്നു. ഇവിടെയോ ബാംഗ്ലൂര്? ബാംഗ്ലൂർ 15 years. ബാംഗ്ലൂരല്ല, ബാംഗ്ലൂരിൽ നിന്ന് പിന്നീട് സ്ഥലത്തേക്ക് മാറി. ഇനി അമ്മയുടെ വിശേഷങ്ങളാണ് കേട്ടോ. ബാല്യത്തെ കുറിച്ചൊന്ന് പറയാവോ? ജന്മസ്ഥലം? അമ്മയപ്പനൊക്കെ നല്ല, ഞാൻ ഏറ്റവും ഇളയതായിരുന്നു. അപ്പൊ പൊന്നുപോലായിരുന്നു, വളർത്തിയായിരുന്നു. ചെറുപ്പത്തിലെ ഞാൻ കുമ്പസാരിച്ചിട്ടില്ല. പള്ളിയിൽ ചെന്ന് അച്ഛൻ നെറ്റിക്ക് പിടിച്ച് പ്രാർത്ഥിക്കും. കല്യാണം കാര്യങ്ങളൊന്നും പറയാമോ? കുറച്ച് എയർഫോഴ്സിൽ ജോയിൻ ചെയ്തെങ്കിലും കുറച്ച് കാലമായപ്പോൾ ഈ തിരിച്ച് നാട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടായി. അതുകൊണ്ട് നാട്ടിൽ എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റിയ ഒരു പാർട്ട്ണറെയാണ് ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ ഫാദറിന്റെ ജ്യേഷ്ഠൻ PC ഗീവറീസ് കോളപ്പിസ്കോപ്പ് ആയിട്ട് ഞാൻ സംസാരിച്ചു. ആ സമയം ഞാൻ എൻ്റെ മനസ്സിലുള്ള ഐഡിയ പറഞ്ഞു. ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ജോലി സ്ഥലത്തേക്ക് വരണം, അവിടെ വരാൻ തയ്യാറായിരിക്കണം. അപ്പോൾ നാട്ടിൽ ജോലിയുള്ള കുട്ടികളെ എനിക്ക് വേണ്ട. അങ്ങനെയുള്ള ചില കണ്ടീഷൻസ് പറഞ്ഞിരുന്നു. അതനുസരിച്ചിട്ട് PC ഗീവറീസ് കോളപ്പിസ്കോപ്പ, അതായത് വെള്ളിപ്പൻ, കല്യാണാലോചനകൾ നടത്തുകയും വെള്ളിപ്പിന്റെ പരിചയത്തിൽ ഉള്ളതായ കല്ലൂപ്പാറ പള്ളിയിലെ അന്ന് ആയിരുന്നതായ ആളുമായിട്ട് സംസാരിച്ചു. അങ്ങനെ ആ കല്യാണം നടക്കുമ്പോ സാർ എവിടെയായിരുന്നു? ഞാൻ അന്ന് ബറോഡയിലായിരുന്നു. അതിനുശേഷം അപ്പൊ ലീവ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ഫ്രണ്ട്സിന് എഴുതി, അവരവിടെ വീട് അറേഞ്ച് ചെയ്തു. ഞാൻ വൈഫുമായിട്ട് അമ്മിക്കല്ലോ ഏതായാലും കൊണ്ടുപോയല്ലോ. അതുപോലെ അമ്മിക്കല്ലൊക്കെ കൊണ്ടുപോയിന്ന് പറയണേ. ഇതൊന്നും ഇല്ലല്ലോ, പുതിയ സാധനം. അപ്പൊ ആട്ടുകല്ലും അമ്മിക്കല്ലൊക്കെ അരക്കാന്, ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാന് അത്ര കൊല്ലം മുമ്പല്ലേ. അന്ന് പുതിയ സംവിധാനങ്ങളില്ല. അപ്പൊ മക്കളെ ഒക്കെ ഉണ്ടായത് അവിടെ വെച്ചാണോ? ബറോഡയിൽ വെച്ചാണല്ലേ മൂത്തമാനല്ലേ? ഭയങ്കര ബുദ്ധിയുള്ളതായിരുന്നു. സന്തോഷം പറയുന്ന മൂത്ത മകൻ ജനിച്ചു. അവൻ അവിടെ പക്ഷേ അവൻ 5 വർഷമായപ്പോഴേക്കും മരിച്ചുപോയി. സുഖമില്ലാതെ മരിച്ചുപോയി. അപ്പോ അത് കഴിഞ്ഞിട്ട് ഉണ്ടായതാണ് സഞ്ജയ് എവിടെ വെച്ചായിരുന്നു? നാഗ്പൂർ വെച്ചായിരുന്നു. പിന്നീട് ഞാൻ ബറോഡയിൽ നിന്ന് നാഗ്പൂർ പോയി. നാഗ്പൂർ വെച്ച് എയർഫോഴ്സ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കാലത്ത് സഞ്ജയ് ജനിച്ചു. അതിനുശേഷം പിന്നെ നാട്ടിലേക്ക് പോകുന്നു. സഞ്ജയ് ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മറ്റേ സന്തോഷം മരിച്ചതല്ലേ. അപ്പൊ സന്തോഷം മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എയർഫോഴ്സിൽ നിന്ന് പോകുന്ന നാട്ടിലേക്ക് പോകാൻ എനിക്കൊരു കൂടുതൽ താല്പര്യം. അതിനുശേഷം അന്ന് മുതൽ നാട്ടിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. അപ്പോ അതിന് എന്റെ വെള്ളിപ്പൻ PC കോളപ്പിസ്കോപ്പായും വളരെ എൻകറേജ് ചെയ്തു. നാട്ടിൽ വരണം, അപ്പോ ഇവിടെ സെറ്റിൽ ആവണം. അങ്ങനെ നാട്ടിലേക്ക് പോകുന്നു, ഇവിടെ സെറ്റിലായി. മകൻ മരിച്ചതിന് ശേഷം നാഗ്പൂരിൽ നിന്ന് നമുക്ക് നാട്ടിലേക്ക് വരണമെന്ന് ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ അതുകൊണ്ട് LLBക്ക് ചേർന്നു. LLB ചേർന്നു. നാഗ്പൂര് വെച്ച് LLBക്ക് ചേർന്നു. നാട്ടിൽ വരുന്നതിന് വേണ്ടിയിട്ട് അവിടെ വെച്ച് തന്നെ പാസ്സായി. നമ്മള് ഈവനിങ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. അങ്ങനെ നാഗ്പൂര് ലോ കോളേജിൽ നിന്ന് ഡൽഹിക്ക് പോയായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ LLB പാസ്സായി. അതിനുശേഷം എനിക്ക് ഡൽഹിക്ക് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ ഞാൻ അവിടെ ഒരു ലേബർ ലോസ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അവിടെ പഠിച്ചു. പക്ഷെ അത് പൂർത്തിയാക്കിയില്ല. അതിനു മുമ്പ് റിട്ടയർമെന്റ് എടുത്ത് നാട്ടിലേക്ക് പോകും. നാട്ടിൽ വന്നിട്ട് ഞാൻ മകളുണ്ടാവുന്നത് നാട്ടിൽ വെച്ചാണ്. മകളുണ്ടാവും. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം
മകളുണ്ടായി. മകളുടെ പേരൊന്ന് പറയാവോ? മകളുടെ പേര് സ്വപ്ന. സ്വപ്ന എന്നായിരുന്നു. മക്കളുടെ കല്യാണം അവരെന്താ ജോലി അതൊക്കെ ഒന്ന് പറയാവോ? അല്ല, സ്വപ്ന മകളെ MBA MBA ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. എങ്ങോടെ കല്യാണം കഴിച്ചു വിട്ടെ? റിങ്കു, ഹസ്ബൻഡിന്റെ പേര് റിങ്കു ആയിരുന്നു. അതായത് ഇരുപേരൂരാണ് അവരുടെ വീട്. ശങ്കരമംഗലത്ത് അവിടുത്തെ അറിയപ്പെടുന്ന ഫാമിലി ശങ്കരമംഗലത്ത് ഫാമിലിയാണ്. ഒരു മൊത്തക്കാരാണ്. പക്ഷേ മരുമോൻ എന്താ ചെയ്യുന്നത്? ഈസ് റീജിയണൽ മാനേജർ ഓഫ് എ കമ്പനി ഇൻ സൗദി അറേബ്യ. അപ്പൊ അവരവിടെയാണോ പഠിക്കുന്ന അവിടെ പിള്ളേര്? കൊച്ചുമക്കൾ അവർക്ക് എത്ര മക്കളുണ്ട്? കൊച്ചുമക്കള് രണ്ടുപേര്. ആൺപിള്ളേരാണോ? മൂത്ത പെൺകുട്ടി, അവള് എഞ്ചിനീയറിംഗ് ഇവിടെ കോഴിക്കോട് കോളേജ് എഞ്ചിനീയറിംഗിന് കിട്ടി, പ്രവേശനം കിട്ടി. സെന്റ് ഗീറ്റ്സ് കോളേജില് പഠിക്കുന്നു. രണ്ടാമത്തെ മകൻ 11th സ്റ്റാൻഡേർഡിലായി. ഇനി മകന്റെ വിശേഷങ്ങൾ. സഞ്ജയ് എന്താ ചെയ്യുന്നത്? സഞ്ജയ് വക്കീലാണ്. സഞ്ജയ് അഡ്വക്കേറ്റ് ആണ്. എവിടെയാ പ്രാക്ടീസ് ചെയ്യുന്നത്? എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. സാർ എവിടെയായിരുന്നു പ്രാക്ടീസ് ചെയ്യുന്നത്? ഞാൻ എയർഫോഴ്സിൽ വന്നതിന് ശേഷം ആദ്യം തന്നെ എറണാകുളത്ത് PK കേശവൻ നായർ എന്ന് പറയുന്ന സീനിയർ അഡ്വക്കേറ്റിന്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്തു. കുറച്ച് 2 വർഷം കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ലോയേഴ്സ് കമ്പനി എന്നൊരു ഓഫീസ് സ്ഥാപിച്ചു. അവിടെ ജൂനിയേഴ്സും ഒക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്തു. അപ്പോ എറണാകുളമായിരുന്നു നമ്മുടെ ഒരു സെന്റർ. ഇനി മകനിലേക്ക് വരുമ്പോ, മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത്? മകൻ ആദ്യം തന്നെ LLB പാസ്സായി. അവൻ ലീഗൽ കാര്യങ്ങളിൽ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോ പാസ്സായപ്പോ പ്രാക്ടീസ് ആരംഭിച്ചു. ആദ്യം ഒരു സബ് ഇൻസ്പെക്ടർ പോസ്റ്റിന് അപ്ലൈ ചെയ്യണമെന്ന് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ആപ്ലിക്കേഷൻ കഴിച്ചെടുക്കാം. അപ്പോ അത് വേണ്ടെന്ന് വിചാരിച്ചു. പ്രാക്ടീസിന് ഭംഗിയായിട്ട് ദൈവാനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. അപ്പോ പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ സിവിൽ കേസുകൾ മാത്രമേ കൈകാര്യം ചെയ്യാറുണ്ടായിരുന്നു. ഹൈക്കോടതിയിലും സിവിൽ കേസുകളും മാത്രമേ കൈകാര്യം ചെയ്യാറ്. പക്ഷെ എന്റെ മകൻ വന്നപ്പോ അവന് സിവിൽ കേസ് വേണ്ട. അവന് 2 ചോയ്സായിരുന്നു. ഒന്ന് SI ആപ്ലിക്കേഷൻ, ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കി അത് വെച്ച് കളഞ്ഞു. അത് വേണ്ടാന്ന് വെച്ചു. അപ്പോ പല്ലിയേക്ക് LLB കോളേജിൽ ജോയിൻ ചെയ്തു. പാസ് LLB. അത് കഴിഞ്ഞിട്ട് ക്രിമിനൽ കേസ് മാത്രമേ അവൻ ചെയ്യുള്ളൂ. അവിടെ താല്പര്യമുള്ളൂ. മകന്റെ കല്യാണ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാവോ? എവിടെ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്? കണ്ടനാട്, തുരുത്തിയില്. ഞാൻ ആരോടും ഒന്നിനും അവൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ഈശ്വരനോട് പറയും. ഈ തുരുത്തിയില് അവിടെ അപ്പന്റെ അമ്മയുടെ പേരോ കാര്യങ്ങളൊക്കെ ഓർക്കണ്ടോ? അവരുടെ പേരൊക്കെ ഷാജു ഫാദർ. ഷാജു PNT ഡിപ്പാർട്ട്മെന്റിൽ എംപ്ലോയിഡ് ആയിരുന്നു. ഇപ്പോ പെൻഷൻ പറ്റി. മദർ സുകുമാരി. കരോട്ടി വീട്ടിലാണ് അവരുടെ വീട്ടുപേര്. കരോട്ടി വീട്ടിൽ താമസിക്കുന്നു. അവരിപ്പോ താമസിക്കുന്ന കരോട്ടി വീട്ടിലാണ്. മരുമോളുടെ പേര് പറയാമോ? സഞ്ജയന്റെ വൈഫ് സുമി സൂസൻ. സുമി ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ഷീ ഹോൾഡ്സ് ഡിഗ്രി ഓഫ് MIB ഡിഗ്രി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ കൊച്ചുമക്കളുടെ കാര്യം പറയാമോ? ജോലിയില്ല, കുടുംബത്തിലെ കാര്യങ്ങൾ അന്വേഷിച്ചു വരുന്നു. പാരന്റ്സിനെ നോക്കി വരുന്നുണ്ട്. പിന്നെ സഞ്ജയ്, സുമി എന്നിവർക്ക് 3 മക്കള്. മൂത്ത കുട്ടി ഇസ സൂസൻ സഞ്ജയ് ഇപ്പോൾ രാജഗിരി ഹൈസ്കൂളില് 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഈ ഇസ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു അഡ്വക്കേറ്റ് ആകുന്നതിനാണ്. അതുകൊണ്ട് എൻട്രൻസ് ഇപ്പോഴും തന്നെ 3-4 തന്നെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പൊ എവിടെ പറഞ്ഞു കിട്ടിയതല്ല? സിംബിയോസിസില് ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. സിംബിയോസിസ് പൂന ഇതില് വിളിച്ചിട്ടുണ്ട്. അതുപോലെ ഫേമസ് ആയിട്ടുള്ള പഴയ ഇനി അടുത്ത മോൻ രണ്ടാമത്തെ പറഞ്ഞോ ഈതൻ ഐസക് സഞ്ജയ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6th സ്റ്റാൻഡേർഡില് രാജഗിരി ഹൈസ്കൂളിൽ പഠിക്കുന്നത്. ഈ മോൻ ഇനി പോൾ സഞ്ജയ് എത്ര വയസ്സ്? 9 years. ഇനി പോൾ സഞ്ജയ് ഏത് ക്ലാസ് പഠിക്കുന്നു? 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു രാജഗിരി ഹൈസ്കൂളില്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഈ വാർദ്ധക്യത്തില് ഈ കൊച്ചുമക്കളുടെ കൂടെയൊക്കെ സന്തോഷമായിട്ട് മകന്റെ ഞങ്ങൾ രണ്ടുപേരും വാർദ്ധക്യത്തിൽ ഞങ്ങളുടെ മകന്റെയും മരുമകളുടെയും സംരക്ഷണയിൽ കൊച്ചുമക്കളുടെ കൂടെ സന്തോഷമായിട്ട് കൊച്ചുമക്കളുടെയും കൂടെ സന്തോഷമായിട്ട് കഴിഞ്ഞു. ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു സന്തോഷം ഇപ്പോഴും മനസ്സിലുള്ളത്, അത് പ്രൊഫഷണൽ ആയാലും അല്ല കുടുംബ ജീവിതത്തിലായാലും എങ്ങനെ ഓർക്കുന്നുണ്ട്? അല്ല, ഏറ്റവും വിഷമമുള്ളത് ഇതാണ് എന്റെ മൂത്ത മകൻ സന്തോഷമുള്ളതെന്ന് പറയുന്നത് സന്തോഷമുള്ളത് മകന്റെ പെർഫോമൻസിനെ അപ്രീഷിയേറ്റ് ചെയ്ത് പലരും പറയാറുണ്ട്. അതിന് സന്തോഷമുണ്ട്. പക്ഷെ പറയാൻ കൊള്ളില്ല. ഓക്കെ, എന്നാലും നമ്മുടെ ജീവിതത്തിൽ മകന്റെ ഒരു വേർപാട് ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് സന്തോഷം നൽകുന്നതായിരുന്നു അതാത് കാലങ്ങളിൽ. അല്ല, ഈ മകന്റെ പ്രാക്ടീസില് നേട്ടങ്ങൾ കൈവരിക്കുന്നതില് നമുക്ക് പ്രൈഡ്, അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ടീച്ചറായിട്ട് ടീച്ചറായിട്ട് പോകുന്നതായിരുന്നോ അതോ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഏതാ കൂടുതൽ സന്തോഷം നൽകിയത്? വക്കീലിന് കുറെ കൂടി സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതാണ് കുറെ കൂടി ജീവിതത്തിൽ സന്തോഷം എൻജോയ് ചെയ്തത്. യാത്രകളൊക്കെ പോയിട്ടുണ്ടോ സാറ്? ദൂരെ ഔട്ട് ഓഫ് കൺട്രി ഞാൻ പോയിട്ടില്ല. എന്റെ വൈഫ് പോയിട്ടുണ്ട്. എവിടെ പോയിട്ട്? അമ്മ പറഞ്ഞു, അമ്മയുടെ യാത്രാ വിവരണങ്ങൾ പറഞ്ഞു. മാതാവ് വെള്ളം കുടിച്ച് കിണറ് പോലും മറ്റു വരണ്ട അവിടെ കിടക്കും. 10 ദിവസത്തെ യാത്ര വേറെ ആൾക്കാരുമായിട്ട് ഇപ്പോഴല്ല, 17 കൊല്ലം മുമ്പാ. 17 വർഷം പിന്നെ ഇപ്പൊ പിണറായി മോദി ഒന്നും തുടങ്ങുമ്പോഴില്ല. എല്ലാ സ്ഥലങ്ങളും ഒക്കെ അവിടെ വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് നെടുമ്പാശ്ശേരി ചെന്നപ്പോഴേയും കയറി ഒക്കെ പോയതാ. അന്നെല്ലാം കണ്ട നമ്മുടെ ഈ കേരളം മൊത്തം ഉണ്ട്. അവിടെ ചെന്നാൽ ചെന്നാൽ അന്ന് എത്ര ദിവസത്തെ യാത്രയായിരുന്നു അത്? ഒരു 10 ദിവസത്തെ ഉണ്ട്. പക്ഷെ അവിടുത്തെ ഭക്ഷണ രീതി ഒന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, പഠിക്കില്ല. ചോറും നമ്മുടെ ഭക്ഷണമൊന്നും അല്ല. അവര് കത്തിയും ഫോർക്കും കൊണ്ടൊക്കെയാണ് ഭക്ഷണമൊക്കെ. നമ്മുടെ രീതിയല്ല, കേരളത്തിന്റെ രീതിയെ അല്ല. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഇനയ് പോൾ സഞ്ജയ് ഒരു പാട്ട് പാടിക്കുവാണ്. കണ്ടോ കണ്ണെന്നെ കണ്ണു ചുവന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല, കരിവണ്ടും തുമ്പിയും ഊരുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല, മലർ ചെണ്ടുകൾ മിണ്ടാതെ നിൽക്കുന്നു. കണ്ടിട്ടേയില്ല ഞാനൊന്നു പേടുമാ കണ്ണു നീട്ടി തിരിയുന്നു. ഓക്കെ, നന്നായിട്ട് പാടി. പുതിയ തലമുറയ്ക്കുള്ള ഒരു ഉപദേശം എന്തെങ്കിലും ഒന്ന് പറയാമോ? The activities should be fair-minded. That's all. Yeah, any activity, anything you speak, anything you do, it should be aimed at the welfare or welfare of all the people around you. എന്നുള്ളതാണ് ഇന്നത്തെ യുവതലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു ഉണർവിന്റെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സാറിന്റെയും പ്രിയപ്പെട്ട അമ്മയുടെയും വിശേഷങ്ങൾ നമ്മൾ ചോദിച്ചറിഞ്ഞു. ഏറെ സന്തോഷത്തോടു കൂടി ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.